ഇന്ന് അമേരിക്ക ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചിരിക്കുന്നു. മൈക്രോ നീഡിൽ പാച്ച്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഈ CD ഒക്കെ സൗകര്യം നിങ്ങൾക്ക് തരും. അതിൻ്റെ പേര കയ്യിൽ ചുറ്റുന്ന ഒരു ബാൻഡെയ്ഡ്. ഈ ബാൻഡെയ്ഡിനകത്ത് 2 സൂചി കാണും. 1 ബ്ലഡിനകത്തൊരു സൂചി കയറും, 2 ഞരമ്പിനകത്തൊരു സൂചി കയറും. RTPC വേണ്ട, മൂക്കിനകത്ത് ഷാബിടണ്ട, ചുമയ്ക്കണ്ട, സ്രവം കൊടുക്കണ്ട. ദാണ്ട കൈ ഇങ്ങോട്ട് കാണിക്കുമ്പോൾ നമ്മുടെ പേനയുടെ വില കമ്പ്യൂട്ടറിൽ 14 കാണുന്നത് പോലെ മനുഷ്യൻ്റെ കയ്യിൽ ഈ ചിപ്പ് കൊടുത്താൽ ബ്ലഡിൻ്റെ കൗണ്ട് RBC, WBC, HB, പിന്നെ ഒമിക്രോൺ ഉണ്ടോ, വൈറൽ ഫീവർ ഉണ്ടോ, സ്കിൻ ഫീവർ ഉണ്ടോ, നിപ്പ ഉണ്ടോ എന്നെല്ലാം നെർവസ് സിസ്റ്റം വഴി അറിവാൻ 5G സാറ്റലൈറ്റിനോടുള്ള ബന്ധത്തിൽ അമേരിക്കയിൽ ഒരു അച്ചായനുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ തലവന. അദ്ദേഹത്തിൻ്റെ പേര് ബിൽ ഗേറ്റ്സ്. അദ്ദേഹത്തിൻ്റെ അജണ്ടയാ ഡീപോപ്പുലേഷൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാ മിലിൻഡ ഗേറ്റ്സ്. ആ മിലിൻഡ ഗേറ്റ്സിൻ്റെ സഹോദരി ഇന്ന് ജോൺസൺ ആൻഡ് ജോൺസണോട് പറയുന്നുണ്ട്, ലോകത്തിൽ വരുന്ന എല്ലാ പകർച്ചവ്യാധിക്കും ഞങ്ങളൊരു മരുന്നാക്കി തരാം, ഫോർമുല തരാം. പക്ഷേ ആ മരുന്ന് പമ്പ് ചെയ്യണമെങ്കിൽ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് അല്ല, പമ്പ് ചെയ്യുന്നവൻ്റെ കയ്യിൽ ഒരു മുദ്ര കൊടുക്കേണ്ടി വരും. അതിനെ കമ്പ്യൂട്ടർ വഴി ഓപ്പറേറ്റ് ചെയ്യാം. ആ സിസ്റ്റത്തിൻ്റെ പേരാ അതിവേഗ ഇന്റർനെറ്റ്, അല്ലെങ്കിൽ RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ് സയൻസ്. പണ്ടേ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച 400 വിവരങ്ങൾ ഈ ചിപ്പിനകത്ത് കയറാമെന്ന്. സ്വോത്രം. നമ്മുടെ ബിജു ബ്രദർ ഈ സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്നു. പണ്ട് കുന്നത്തുകാലിൽ നിന്ന് ഇവിടെ കൺവെൻഷന് വരും, ഇവിടെ CD ഇട്ട് പാട്ടിടും. അപ്പോൾ വെള്ളറുടെ പെട്രോൾ പമ്പിൽ പെട്രോൾ മേടിക്കാൻ പോകും. പാട്ട് 12 എണ്ണം അങ്ങ് നിൽക്കും CD-യിൽ. അപ്പോൾ ജസ്റ്റിൻ കുമാർ പാഷന് ഇത് മാറ്റിയിടാനും ആകെ പ്രശ്നം. ഇന്ന് ബിജു ബ്രദർ വന്നാൽ ചിന്നമ്മാമ ബ്ലൗസേ കുത്തുന്ന പോലെ ഒരു പിന്ന് കൊണ്ടുവരും. വല്ലവരും കണ്ടിട്ടുണ്ടോ അതിൻ്റെ പേര്? അവൻ്റെ പേരാ പെൻഡ്രൈവ്. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. നമ്മുടെ 12 വോൾട്ട് പീസിനകത്ത് കുത്തുന്ന ഒരു ഫിലമെൻ്റാ. സ്വോത്രം. ബിജു ബ്രദർ ഇവിടെ കൊണ്ടുവന്ന് പാട്ടും വെച്ചിട്ട് വെള്ളറടപ്പവും കാട്ടാക്കടപ്പവും അത് കഴിഞ്ഞ് തിരുവനന്തപുരം സിറ്റിയിൽ പോയി തിരിച്ച് കുന്നത്തുകാലി വന്ന് ചപ്പാത്തി അടിച്ചിട്ട് ഇവിടെ വന്നാൽ പാട്ട് തീരത്തില്ല. സ്വോത്രം. സന്തോഷമായില്ലോ? ടെക്നോളജി വലുതായില്ലോ? കരം ഉയർത്തുന്നില്ലല്ലോ? സ്വോത്രം. ഇപ്പോൾ കാര്യം പിടികിട്ടി. പെൻഡ്രൈവ്. സ്വോത്രം. ഒരു മനുഷ്യനെ പറ്റി സകല രേഖകളും ഒരു ഫിലമെന്റിനകത്ത് വെച്ചാൽ ബിജു ബ്രദർ ആംപ്ലിഫയറിൽ കുത്തുന്നത് പോലെ അതിവേഗ ഇന്റർനെറ്റ് വഴി അവനെ ടോർച്ചർ ചെയ്തെടുക്കാം. ആ ടെക്നോളജിയുടെ പേരാ പഠിക്കുന്നത്. നാളെ സ്കൂൾ തുറക്കുക, എനിക്കും രാവിലെ ക്ലാസ്സിൽ പോകണം. അതുകൊണ്ട് പറയാം, അതിൻ്റെ പേര് RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്, അല്ലെങ്കിൽ ലോകം കാണാൻ പോകുന്ന ഫ്യൂച്ചർ ഫന്റാസിയ. നാളെ സ്കൂളിലെ ടീച്ചർമാരോട് എന്നിട്ട് ചോദിക്കണം, കമ്പ്യൂട്ടർ ടീച്ചറിനോട് ചോദിക്കണം. സജു ചാത്തന്നൂർ എന്ന് പറഞ്ഞ ഒരു ഉപദേശിത വാതിരെ പറയുന്നു, ഫ്യൂച്ചർ ഫന്റാസിയ അല്ലെങ്കിൽ RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. കമ്പ്യൂട്ടർ വഴി മനുഷ്യൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ട് എടുക്കാം. മിണ്ടുന്നില്ലല്ലോ? പണ്ടേ ഇവിടെ അടുത്തൊക്കെ ലാബിൽ നമ്മൾ രാവിലെ രക്തം കൊടുക്കാൻ പോകത്തില്ല ഷുഗറുകാർ. എൻ്റെ കൂട്ടുകാർ ഇവിടെ പലരും കാണും. അച്ചായനും ഉണ്ടെന്ന് തോന്നുന്നു, ഇച്ചിരി ജസ്റ്റിൻ കുമാറിനും ഉണ്ടെന്ന്. ഞങ്ങളൊക്കെ തുല്യ ദുഃഖി തരാം. ഇച്ചിരി ഷുഗറുള്ളവരോ. പണ്ട് രാവിലെ ഞങ്ങൾ കാരക്കോണത്ത് ഷുഗർ കൊടുക്കാൻ പോകും. അന്നേരം ബ്ലഡ് കൊടുക്കുമ്പോൾ പെങ്കച്ചു പറയും, പാസ്റ്റർ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വാ, ഞാൻ ഇച്ചിരി ചൂടൊക്കെ അടിച്ചിട്ട് 1.5 മണിക്കൂർ റിസൾട്ട് തരാം. അങ്ങനെയല്ലയോ പറയുന്നത്? സന്തോഷം ഇല്ലല്ലോ? നേഴ്സുമാരും ഇല്ലയോ? സ്വോത്രം. അടുത്ത വർഷം എന്നോട് പറഞ്ഞാൽ മതി, കാരക്കോണത്ത് ഫ്രീ ആയിട്ടൊരു അഡ്മിഷൻ തരാം. സ്വോത്രം. സ്വോത്രം. ഞാൻ പ്രാർത്ഥിച്ചവനല്ലേ അവിടെ എല്ലാം ഇരിക്കുന്നത്, വിഷമിക്കേണ്ട, നോക്കട്ടെ. സ്വോത്രം. അതിനുശേഷം ഇപ്പം രക്തം കൊടുക്കാൻ എന്താ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ദേ പോയി ദാ വന്നു. സ്വോത്രം. ലാബിലോട്ട് കയറിയാൽ ഒരുത്തനുണ്ട് ഗ്ലൂക്കോമീറ്റർ, ഒറ്റയടി. സ്വോത്രം. അപ്പം റിസൾട്ട് കാണിക്കുക 240. പെങ്കൊച്ച് ഞങ്ങളുടെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയും, പാഷ അലുവായും ജിലേബിയൊക്കെ തിന്നായിരുന്നു. സ്വോത്രം. അവിടെ വരെ നിൽക്കട്ടെ. സ്വോത്രം. കൂടിപ്പോയെന്ന്. സ്വോത്രം. കണ്ടില്ലേ? അപ്പോഴെങ്കിൽ ഈ ബ്ലഡിൻ്റെ ഗ്ലൂക്കോമീറ്ററിനകത്ത് ഒരു ഫിലമെന്റ് കൊടുക്കുന്നത് പോലെ കൈക്കകത്തൊരു ചിപ്പ് കൊടുത്തിട്ട് മൈക്രോ നീഡിൽ പാച്ച് വച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒമിക്രോൺ ഉണ്ടോ, കോവിഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഷിഗല്ല ഉണ്ടോ എന്നെല്ലാം നെർവസ് സിസ്റ്റം പറഞ്ഞു തരും. അല്ലാതെ ഇനി എല്ലാ ദിവസവും എയർപോർട്ട് പൂട്ടിയിടാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും കളിക്കാവിളെ നിങ്ങളുടെ മൂക്കിനകത്ത് കീക്കി അടിക്കാൻ പറ്റത്തില്ല. സ്വോത്രം. അഥവാ മെഡിക്കൽ കോളേജ് സ്പെഷ്യൽ കൗണ്ടർ തുടങ്ങാൻ പറ്റത്തില്ല. അന്ന് ശാസ്ത്രം സമീപിക്കാൻ പോകുന്നു. അതിൻ്റെ പേരാ അതിവേഗ ഇന്റർനെറ്റ്, അല്ലെങ്കിൽ 5G സാറ്റലൈറ്റ് വിത്ത് ടോർച്ചറിങ്. 5GB 5Gയുടെ സഹായത്തോടുകൂടി മനുഷ്യന്റെ രക്തത്തെയും ആരോഗ്യത്തെയും പിടിക്കാൻ പറ്റും. ബൈബിളിലുണ്ടോ? 5G സാറ്റലൈറ്റ് ലോകത്തിൽ വരും. ഇപ്പോൾ പാസ്റ്റർ വായിക്കാൻ പോകുന്നു. വായിച്ചാട്ടെ. വെളിപ്പാട് 13:10. 5G ഇന്റർനെറ്റ് ലോകത്തിൽ വരും. വെളിപ്പാട് 13:10 വായിച്ചാട്ടെ. വെളിപ്പാട് 13:10 വായിച്ചാട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ, അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ശ്രദ്ധയോടെ ഈ ബൈബിൾ ഒന്ന് നോട്ട് ചെയ്തോണേ.
അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇതെല്ലാം ലോകം കാണും. അടുത്ത വാക്യം കൂടെ ജേഷൻ കുമാർ പാസ്റ്റർ ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം കൊണ്ട് ആവശ്യം. ഇതെല്ലാം ദൈവസഭ കോവിഡെല്ലാം കാണും. അന്ത്യം വരെയും സഹിച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. ഈ സംഭവം എല്ലാം കാണും. എന്താ ആറെണ്ണം? സംശയമുണ്ട്. തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ഇന്റർനെറ്റ്. ഇതിന്റെ പേര് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ഫ്യൂച്ചർ ഫന്റാസിയ. എന്താ ഫ്യൂച്ചർ ഫന്റാസിയ? ആറെണ്ണം പറയാം. അതിവേഗ ഇന്റർനെറ്റ് ഉപയോഗിച്ച് മനുഷ്യന്റെ തലച്ചോറിനെ ഊറ്റിയെടുക്കാം. അതിനകത്തുനിന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്യാം. അതിനകത്തുനിന്ന് വൈറൽ പനി ടെസ്റ്റ് ചെയ്യാം. മനുഷ്യന്റെ തലയ്ക്കകത്ത് എത്ര ഘടകമുണ്ട്? മിണ്ടുന്നല്ലോ, സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല, ഒബ്ലാങ്കേറ്റ. അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ? അതോ കളിമണ്ണാന്നാ കേട്ടിരിക്കുന്നത്? സ്വോത്രം. അതിൻ്റെ അകത്തായി കാര്യം ചെയ്തു വെച്ചിരിക്കുന്ന ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി, വിവേകശക്തി. അപ്പം കർത്താവിൻ്റെ വരവിൽ ഞാൻ പോയില്ല. അപ്പം എൻ്റെ ഭാര്യയ്ക്ക് ഒരു സംശയം. എന്നും ഞാൻ ബാഗുമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. സ്വോത്രം. എവിടെ പോകുന്നെന്ന് ഭാര്യയ്ക്കൊന്നറിയണം. അപ്പോൾ അവൾ കുടുംബകലകം ഉണ്ടാക്കും. അച്ചായൻ ഇത് വെച്ചേ പറ്റുമെന്ന്. സ്വോത്രം. എൻ്റെ ഭാര്യ, നിങ്ങളുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ, എൻ്റെ കാര്യം എടുക്കാം. ഞാൻ ഈ ചിപ്പ് വെക്കും. എൻ്റെ ഭാര്യ ഇപ്പോഴത്തെ വൈഫൈ 5G സാറ്റലൈറ്റ് വഴി എൻ്റെ ചിപ്പ് വാട്സപ്പ് നോട്ട് ചെയ്യുന്ന പോലെ നോട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ തലയിൽ എത്ര ചിന്തയാ? ഒരു മനുഷ്യൻ്റെ തലയിൽ 40 ചിന്ത 1 മിനിറ്റിൽ. 1 മണിക്കൂർ എത്ര ചിന്തയാ? 2400 ചിന്ത. തോലടി ഇപ്പം ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കാണുന്നത് കാനഡയിലെ ടൊറൻറ്റോ ടൗണാണ്. സംബന്ധിച്ച് മനസ്സ് എത്ര വേഗം പോയി. അപ്പം എൻ്റെ ഭാര്യ എൻ്റെ ചിപ്പിനെ ടോർച്ചർ ചെയ്യുന്നു. മണിക്കൂറിൽ 2400 ചിന്ത എൻ്റെ തലയിൽ പോവും. പിറ്റേന്ന് ഞങ്ങളുടെ ഡൈവോഴ്സാണ്. സ്വോത്രം. ദൈവത്തിന് സ്വോത്രം. അതുകൊണ്ട് എൻ്റെ കാര്യം തന്നെ എടുക്കാം. അതുകൊണ്ട് സഹോദരിമാരും ഒന്ന് കർത്താവിൻ്റെ വരവ് കൈവിടപ്പെട്ടു പോകരുത്. പിറ്റേന്ന് ഡൈവോഴ്സാണ്. സ്വോത്രം. കാര്യം എല്ലാം വാട്സപ്പ് പോലെ തെളിഞ്ഞു വരും. തീർന്നില്ല, അടുത്തത് തേക്കണം. ടെക്നോ പാർക്കിലെ കമ്പനി, അവിടെ ഒരു മാനേജർ മുതലാളിക്ക് ഒരു സംശയം, അടുത്ത കമ്പനിക്ക് കൊട്ടേഷൻ കൊടുക്കുന്നു. സ്വോത്രം. അപ്പം മുതലാളി അവന് പിണക്കാനും പറ്റത്തില്ല. അപ്പം സ്നേഹത്തെ ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ട് അവൻ്റെ കയ്യിൽ ഒരു ചിപ്പ് വെക്ക്. അവൻ 5 ലക്ഷം ശമ്പളം കൊടുക്കുന്ന മുതലാളി വീട്ടിൽ ഇരുന്ന് മോണിറ്റർ ചെയ്യും. UST ഗ്ലോബൽ ഇരിക്കുന്നവൻ ഈ സോഫ്റ്റ്വെയർ വേറെ ആർക്കെങ്കിലും കൈവെക്കുന്നത് ലോകം പറയും ഇത് തന്നേ പറ്റൂ. ദാ കിടക്കുന്നു 5G സാറ്റലൈറ്റ്. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി. ഇന്ന് രാത്രി ഇതിൻ്റെ പേര് 6 ലോകം ഇതിനെ കൈക്കലാക്കും. ഇനി ഇവിടെ ലോക്ക്ഡൗൺ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇവിടെ ക്വാറന്റൈൻ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇവിടെ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ അനുവദിക്കാൻ പറ്റത്തില്ല. ഈ പകർച്ചവ്യാധി പെരുകുമ്പോൾ സർപ്പം കവോയെ ഉപായത്തിൽ ചതിച്ചതുപോലെ ഇന്ന് ഹല്ലേലൂയ ജോൺസൺ ആൻഡ് ജോൺസൺ നിങ്ങൾ അമേരിക്കക്കാരോട് ചോദിക്കണം. അതിനെ മതിലിനകത്ത് വെച്ചുകൊണ്ട് ഇന്ന് ബിൽ ഗേറ്റ്സ് ഒരു വാക്സിൻ ഉണ്ടാക്കാൻ പോകുന്നു, എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധിയായി. പക്ഷേ ആ വാക്സിൻ ശരീരത്തിൽ എടുക്കണമെങ്കിൽ മനുഷ്യന്റെ മേലൊരു മുദ്ര കൊണ്ടുവരണം. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി അകത്തളം ജ്വലിക്കുന്ന ദൈവമക്കൾ പറയണം, മൈക്രോസോഫ്റ്റിന്റെ കയ്യൊപ്പോടുകൂടി ജോൺസൺ ആൻഡ് ജോൺസന്റെ വാച്ച് നമ്മുടെ ശരീരത്തിനകത്ത് കയറുന്നതിന് മുമ്പ് നമ്മുടെ അകത്തൊരു വാക്സിൻ ഉണ്ട്. ഏതാ വാക്സിൻ? കാൽവറിയിലെ കൊലക്കളത്തിനകത്ത് 5.5 ലിറ്റർ രക്തം മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഊറ്റിത്തന്ന യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ അകത്ത് ഹല്ലേലൂയ ജോൺസൺ ആൻഡ് ജോൺസന്റെ വാക്സിൻ കയറത്തില്ല. അതിനു മുമ്പ് കാഹളം ധ്വനിക്ക്, മരിച്ചവർ അക്ഷയരായി ഉയർക്ക്, ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടാറായി. തോലടിയേ, കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. ഇനി വരുവാനുള്ളവൻ വരും, താമസമേറെയില്ല. 90% പ്രവചനങ്ങൾ നിവർത്തിയായി. ഇത് വെക്കും മക്കളെ. പണ്ട് ആരെങ്കിലും മാസ്ക് വെക്കണമെന്ന് പറഞ്ഞാൽ വേറെ ജോലി നോക്കാൻ പറയും. സ്വോത്രം. കോവിഡ് വന്നപ്പം വല്ലവരും പറഞ്ഞു, പാസ്റ്റർമാരായ ഞങ്ങൾ 3 ലെയറാണ് വെച്ചുകൊണ്ട് കിടന്നു. സ്വോത്രം. ഒരു അടി കിട്ടാതിരിക്കാൻ. സ്വോത്രം. കർത്താവിൻ്റെ വരവ് കൈവിടപ്പെട്ടു പോയാൽ എല്ലാവരും ഇത് വെക്കും. ഇനി അടുത്ത ചരിത്രം. ഇതിൻ്റെ പേര് 6 റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. അഥവാ മനുഷ്യന് ടെസ്റ്റ് വേണ്ട, RT-PC വേണ്ട, ബ്ലഡിൻ്റെ റിസൾട്ടും പകർച്ചവ്യാധി മുഴുവൻ അറിയുവാൻ വരുന്നു. പത്മോസിൽ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും അവരുടെ സഹനവും ആവശ്യം. ഇനി യഹൂദനോടുള്ള ബന്ധത്തിൽ
യഹൂദൻ ഈ ചിപ്പ് വെക്കുമോ? പറഞ്ഞു തരാം. യഹൂദൻ ചിപ്പ് വെക്കുമോ? വായിക്കാം. എന്തുകൊണ്ട് യഹൂദൻ ചിപ്പ് വെക്കത്തില്ല? 4 വാക്യങ്ങളൂടെ പറയുമ്പോൾ ഫൈജിയുടെ അടുത്ത കാര്യം കൂടെ പറയുമ്പോൾ നിർത്തും. ലേവ്യ പുസ്തകം 13:28 വായിച്ചാട്ട് പാസ്റ്ററെ. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിച്ചാട്ട്. യഹൂദൻ ചിപ്പ് വെക്കുമോ? എന്നാൽ പുള്ളി ത്വക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ തിമിർപ്പാകുന്നു. അടുത്തത്, പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി ഉള്ള രാജ്യം ഏതാ? മിണ്ടുന്നില്ലല്ലോ. ഇസ്രായേൽ. നമ്മുടെ മൊബൈൽ ഊറ്റിക്കൊണ്ടിരിക്കുകയല്ലേ പഗാസസ് വഴി. സ്വോത്രം. പിന്നെ ഇതിൽ കൂടുതൽ ടെക്നോളജി എന്തുവാ? പക്ഷെ എല്ലാ സ്ഥലത്തും ചിപ്പ് കൊണ്ടുവരുന്നു. യഹൂദൻ ചിപ്പ് വെക്കത്തില്ല. മോശയുടെ ന്യായപ്രമാണം, പുള്ളി ത്വക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ നിറം മങ്ങുകയും അങ്ങനെയുള്ള പാട് ശരീരത്തിൽ കണ്ടാൽ അവൻ അശുദ്ധൻ, അവൻ പാളയത്തിന് പുറത്ത്. അല്ലേ എന്ന് ഇസ്രായേലിൽ ചിപ്പ് വന്നേന്. കോവിഡ് വന്നപ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. രാഷ്ട്രീയം, ബൈബിള്, സയൻസ് പഠിക്കുന്നവർ നോട്ട് ചെയ്തോ പാസ്റ്റർമാർ. കോവിഡ് വന്നപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു പ്രധാനമന്ത്രിയായിരുന്നു മേരാബായി. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറിൻ്റെ കൂട്ടുകാരൻ ബെഞ്ചമിൻ നെതന്യാഹു. കേട്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ. അദ്ദേഹത്തിന് എത്ര സീറ്റ് ഉണ്ടായിരുന്നെന്നറിയാം? 28 സീറ്റ്. ലോകരാഷ്ട്രീയം ഞാൻ പഠിക്കുന്നതാണ്. പക്ഷെ അയാൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ഈ കോവിഡ് ഡിറ്റക്ട് ചെയ്യാൻ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ചിപ്പ് കൊടുക്കാം. അത് ഇസ്രായേലിൻ്റെ ഭാഷ ഷാബ്. വലിയവരുടെ തലയിൽ കൊടുക്കാം, അതിൻ്റെ പേര് ഹൈഷാൻ. ഇത് രണ്ടും കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇനി അവനെ കസേരയിൽ ഇരുത്തണ്ട. മോഡിയുടെ വലങ്കൈ അമേരിക്കയുടെ ട്രംപിൻ്റെ വലങ്കൈയുമായിരുന്നു. ആരാ? ഈ നെതന്യാഹു. അദ്ദേഹമായി സോഫ്റ്റ്വെയർ NSO, പെഗാസസ്, ഇപ്പം എല്ലാത്തരം റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ ഊറ്റുന്ന പോലെ മൊബൈൽ ഊറ്റുന്ന സംഭവം. സ്വോത്രം. ഇന്ത്യൻ പാർലമെൻറ്റ് കത്തിക്കൊണ്ടിരിക്കുക. സ്വോത്രം. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് 28 സീറ്റ്. അപ്പം കർത്താവ് വിചാരിച്ച് യവൻ ഈ സിംഹാസനത്തിൽ ഇരുന്നാൽ കാര്യം കുഴപ്പം, അവിടെ ചിപ്പ് വരും. അതുകൊണ്ട് ഒറ്റയടി കർവാപ്പസിന്. സ്വോത്രം. കണ്ടോ? സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. അപ്പം ദൈവം ഒരുത്തനെ എടുത്തു. നഫ്താലി ബെനറ്റ്. 8 പേരേ ഉള്ളു. യാമിന പാർട്ടി. അവൻ്റെ കൂടെ ഒരുത്തനുണ്ട് യായിർ ലത്തീഫ്, ഒരു മുസ്ലിം സഹോദരൻ. അവരെ 2 പേരെയും കൂടെ ചേർത്തപ്പോൾ ഇസ്രായേലി ഭരണം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തോട് ഏതെങ്കിലും ഭരണാധികാരി മറുതലിച്ചാൽ അവനെ കസേരയെന്ന് താഴെയിടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. മിണ്ടുന്നില്ലല്ലോ. ശൗല് കഴുത അന്വേഷിച്ച് പോയ കാര്യം കുഴപ്പമായെന്ന് പറഞ്ഞപ്പോൾ ഒറ്റയടി നിന്നെ താഴെ കിടക്കാൻ പറഞ്ഞു. സ്വോത്രം. മിണ്ടിയില്ല. പണ്ട് നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. വല്ലവർക്കും ഓർമ്മയുണ്ടോ? താൻ സൃഷ്ടിച്ച മഗതിയാം ബാബിലോൺ. ഫോട്ടോ എടുത്തില്ല, ഫേസ്ബുക്കിൽ ഇട്ടില്ല. അമ്മാമയായിട്ട് വൈകിട്ട് ഐസ്ക്രീം തിന്ന് പോയപ്പോൾ ആകാശത്തിലേക്ക് നോക്കി മനസ്സിലേക്ക് പറഞ്ഞു, എൻ്റെ കരങ്ങളാൽ പണം കൊടുത്ത മഗതിയാം ബാബിലോൺ. കർത്താവ് പറഞ്ഞു, നീ കസേര ഇരിക്കണ്ട, നീ കാട്ടിനകത്ത് പോയി പുല്ല് തിന്നോളാം. സ്വോത്രം. ഇത് പെന്തിക്കോസുകാർ ആരെങ്കിലും വിമർശിക്കാറുണ്ടോ? നെഗളികളെ വെട്ടിക്കളയുന്ന ദൈവമാണ്. അത് സെൻറ്റർ പാസ്റ്റർ ആയാലും കൊച്ചു പാസ്റ്റർ ആയാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും ദൈവത്തിൻ്റെ വചനത്തിനോട് മറുതലിച്ചാൽ നിന്നെ കസേരയ്ക്കകത്തുനിന്ന് താഴെ ഇരുത്തുവാൻ ഇസ്രായേലിൽ 28 MP-മാരുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെ വീട്ടിലിരുത്തി 9 പേരുള്ള നഫ്താലി ബെനറ്റ് ഇന്ന് ഇസ്രായേൽ ഭരിക്കുമ്പോൾ ദൈവത്തിന് വിരോധമായ ചിപ്പ് ഇസ്രായേലിൽ കൊണ്ട് പ്രമേയത്തിലൂടെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവന്റെ കസേരയെ ദൈവം വെട്ടിക്കളഞ്ഞത് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തോട് മറുതലിക്കുന്ന സകലരെയും വെട്ടുവോ ദൈവത്തിന്റെ കയ്യിൽ ന്യായവിധിയുടെ വാളുണ്ട്. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 1 ലേവ്യ പുസ്തകം 13:28 അവൻ ചിപ്പ് വെക്കത്തില്ല. 2ാമത്തെ കാര്യം, മൃഗത്തിൻ്റെ പ്രതിമ ആലയത്തിൽ കൊണ്ടുവരും. മിണ്ടുന്നില്ലല്ലോ. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവരും. ഇതിനെ യഹൂദൻ വണങ്ങുമോ? അതാ യഹൂദന്റെ പീഡാകാലം. സീനായുടെ മടിത്തട്ടിൽ മോശയോട് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ മേലാകാശത്തിൽ കീഴഭൂമിയിൽ ഭൂമിക്കടിയിൽ വെള്ളത്തിൽ യാതൊന്നിൻ്റെ പ്രതിമ ഉണ്ടാക്കരുത്, അതിനെ വണങ്ങരുത്. തീർന്നില്ല. നമ്മുടെ നാട്ടിൽ വന്ന സോഫിയ ഇല്ലയോ? അവക്കുള്ള ചേട്ടത്തിമാർ കുറേ വന്നിട്ടുണ്ട്. നീര, റാഡ, മിത്ര, സോഫിയയുടെ ചേച്ചിമാർ. അന്ത്യകാലത്ത് സഭ എടുക്കപ്പെട്ടാൽ ആന്റി ക്രൈസ്റ്റ് എന്തോ ചെയ്യും? ആലയത്തിനകത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത പ്രതിമ കൊണ്ടുവരും. സിറിയയിൽ പണ്ടൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അവന്റെ പേര് അന്തിക്കോസ് എപ്പിഫാനോസ്.
ചരിത്രം പഠിക്കുന്നവർക്കറിയാം. യഹൂദന്റെ ആലയത്തിനകത്ത് പന്നിയുടെ മാംസം എടുത്ത് പന്നിയുടെ മാംസം മുപ്പല്ലിക്കകത്ത് കുത്തി യഹൂദന്റെ വായു അതിനകത്ത് ഇരട്ടക്കുളമ്പുള്ള പന്നിയുടെ രക്തത്തെ മറുതലിച്ചൊഴിച്ചപ്പോൾ അന്ന് യഹൂദൻ നിലവിളിച്ചുകൊണ്ട് ഓടിയെങ്കിൽ എതിർ ക്രിസ്തു വരുമ്പോൾ അവൻ ആരാധന കൊതിയനോ. സാത്താൻ എന്താ യേശുവിനോട് പറഞ്ഞെന്നറിയാമോ? ഉയർന്ന മലയെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇതെല്ലാം നിനക്ക് തന്നേക്കാം, ഒന്ന് വടങ്ങാണ്. ശദ്രക് മേശക് അബേദ്നെഗോഗ് വചനം ക്ലിയർ ആയിരിക്കണം. ദുരാസു സമഭൂമി കൊണ്ടുപോയി നെബൂഖദ്നേസർ സ്വോത്ര കാഴ്ചയല്ല പറഞ്ഞു, ബിംബത്തെ ഒന്ന് വണങ്ങാൻ പറഞ്ഞു. സ്വോത്രം. അങ്ങനെയെങ്കിൽ എതിർ ക്രിസ്തു എന്ത് ചെയ്യും? ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിന് ആലയത്തിനകത്ത് കൊണ്ടുവെക്ക്. ഒന്ന് ചിപ്പ് വെക്കാൻ പറയൂ, രണ്ടതിനെ വണങ്ങാൻ പറയൂ. അന്നവർ വണങ്ങത്തില്ല. യഹൂദന്റെ തല വെട്ടി മാറ്റ്. ആ വെട്ടി തല വീഴുന്ന യഹൂദന്റെ പേര് പീഡാകാല രക്തസാക്ഷികൾ. എൻ്റെ പൊന്നു മക്കളെ, നെഞ്ചു കീറി ഇത്രയും ക്ലിയർ ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് പറയുക. അങ്ങനെയെങ്കിൽ യഹൂദൻ ഒരു രാത്രി വരുമോ? വായിക്കാൻ ഭാഷ യോഹന്നാൻ 9:4. എൻ്റെ ഒറ്റ ആഗ്രഹം, എനിക്ക് അധികം ദിവസം നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇതില്ല, കൊടുത്ത ഡേറ്റ് പോലും കിട്ടുമെന്ന് അറിയത് വയ്യ എനിക്ക്. സ്വോത്രം. എൻ്റെ ആഗ്രഹം നിങ്ങളുടെ അകത്തുനിന്ന് ഒരു 2 പേരെങ്കിലും പ്രസംഗിക്കാൻ എഴുന്നേക്കണം. സ്വോത്രം. അല്ലെ ഈ വാക്ക് ഞാൻ ഇത്രയും പ്രസംഗിച്ചില്ല. എനിക്ക് ആഗ്രഹം ഈ വെള്ളറടയിൽ നിന്ന് ഇവിടുന്ന് ഈ കാരക്കോണത്ത് നിന്നൊക്കെ 1-2 പിള്ളേർ കർത്താവിന് വേണ്ടി എഴുന്നേക്കണം. സ്വോത്രം. ഞങ്ങളൊരു പക്ഷേ കട്ടിലേക്ക് കടന്നാലും ഒരു ശ്വാസത്തിന് വേരിയേഷൻ ഉണ്ടായാലും യോഗം നിൽക്കരുത്. അന്ത്യം വരെയും പ്രസംഗിക്കാൻ കുറച്ച് കുഞ്ഞുങ്ങളെ എൻ്റെ കർത്താവിന് ആവശ്യമുണ്ട്. അതുകൊണ്ടായി നെഞ്ച് കീറി വിളിച്ച് ഞാൻ പറയുന്ന സ്വോത്രം. എൻ്റെ ആഗ്രഹം ഞാനല്ല, ഇവിടുന്ന് ഒരു 3 കുഞ്ഞുങ്ങൾ ഇതുപോലെ സത്യവചനം പറയണം. യോഹന്നാൻ 9:4 വായിച്ചാട്ടെ. അടുത്ത വാക്യം. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. അടുത്തത്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കരമൊന്ന് ഉയർത്തിയാട്ടെ. ഇത് യഹൂദനോടുള്ള ബന്ധത്തില്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കൈമേലിൽ ചിപ്പ് വെക്കുവാൻ എതിർ ക്രിസ്തു പറയും, അവൻ ചിപ്പ് വെക്കത്തില്ല. 2, ആലയം പണിഞ്ഞിട്ട് കമ്പ്യൂട്ടറിന് കൊണ്ടുവെക്കുമ്പോൾ ആ കമ്പ്യൂട്ടറിനെ വണങ്ങാൻ പറയും. അതിനകത്ത് അവൻ കമ്പ്യൂട്ടറിനെ വണങ്ങത്തില്ല. അന്ന് അവൻ്റെ തലയറക്കും. ആ തലയറത്ത് വീഴുന്ന രക്തസാക്ഷികളുടെ പേര് യാഗപീഠത്തിന് കീഴ് അറുക്കപ്പെട്ട രക്തസാക്ഷികളെ ഞാൻ കണ്ടു. വെളിപ്പാട് പോരെ. പിന്നെ 5G സാറ്റലൈറ്റ്, ഈ 5G ഒക്കെ വരുമെന്ന് പണ്ട് വല്ലവരും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇപ്പം ക്ലിയറാക്കി തരാം. 5G വരും, ലോകം ഒരുവൻ്റെ കയ്യിലെത്തും. 2 വാക്യങ്ങളൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കും. ബാക്കി മറ്റൊരിക്കൽ തുടങ്ങാം. 5G സാറ്റലൈറ്റ് എപ്പോൾ വരും? വെളിപ്പാട് 11, 7, 8, 9, 10, 11. ബൈബിൾ ഉള്ളവരെല്ലാം ഇത് നോട്ട് ചെയ്യണം. നാളെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയണം. ലൈവ് വരുമെന്ന് ബൈബിളിലുണ്ടോ? വെളിപ്പാട് 11, 7, 8, 9, 10, 11 വാക്യങ്ങൾ ജസ്റ്റിൻ കുമാർ പാസ്റ്റർ ഇപ്പോൾ വായിക്കും. വായിച്ചാട്ടെ. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം സഭ എടുക്കപ്പെട്ടാൽ യഹൂദന്റെ മാനസാന്തരത്തിന് വേണ്ടി 2 സാക്ഷികൾ ലോകത്തിലേക്ക് വരും. അല്പ സ്പീഡ് കുറച്ച് ഇത് പറയാൻ പറ്റുമോ? സയൻസാ. ആ സമയത്ത് അവർ തങ്ങളുടെ സാക്ഷ്യം 3.5 വർഷം, ഏകദേശം 1280 ദിവസം മറ്റേ പ്രവചിക്കും അതിനകത്തുണ്ട്. അതിനുശേഷം വായിച്ചാട്ടെ പാസ്റ്ററെ. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു. കണ്ടോ, ഇതിനകത്തൊരു ഡൈവേർഷൻ ഉണ്ട്. യേശു ക്രിസ്തു ഉയരത്തിൽ നിന്ന് വന്നു, എതിർ ക്രിസ്തു ആഴത്തിൽ നിന്ന് വരുന്ന കയറി വരുന്ന മൃഗം ഈ 2 സാക്ഷികളെ വെട്ടിക്കൊല്ലും. അടുത്ത വാക്യം. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും. ഈ വാക്യ ശ്രദ്ധയോടെ ഇരിക്കണം. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്ന് മിസ്രൈം എന്നും പേരുള്ളതായിരിക്കുന്ന മഹാനഗരത്തിന്റെ വീഥികളിൽ അവരുടെ ശവം കിടക്കും. അവിടെ നിൽക്കട്ടെ പാസ്റ്റർ, ഇനി വായിക്കരുത്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം. യേശു പരമയാഗമായത് ഏതാ? കാൽവറി മല അല്ലെങ്കിൽ ഗോൽഗോത്ത മല. ഇപ്പം വെളിപ്പാടിൽ അതിനെ കാണുന്നത് സോദോം എന്നും മിസ്രൈമെന്നും. പഴയ നിയമത്തിൽ ഒരു സോദോമുണ്ട്, ഒരു അച്ചായം പാർത്ത ലോത്ത്. വല്ലവർക്കും പിടികിട്ടിയോ? കൈ ഉയരുന്നില്ലല്ലോ. അന്ന് അവിടെ നടന്ന സമരം ചുംബന സമരം. മിണ്ടുന്നില്ലല്ലോ, ആർക്ക് സന്തോഷമില്ലല്ലോ. 2 ദൂതന്മാർ സായം സന്ധ്യയെ ചെന്നപ്പം വീട്ടുകാരെല്ലാം കൂടെ കൂടി ആരാണ്ട് വന്നിട്ടുണ്ട്. ലോത്തച്ചായനോട് പറഞ്ഞ് 2 പേരെയും വിടായി. അപ്പം ലോത്ത് പറഞ്ഞ് എന്താ മക്കളെ, അവർ ദൈവത്തിൻ്റെ ദാസന്മാരെ, എൻ്റെ പെൺപിള്ളാരെ വേണേ തരാമെന്ന് പറഞ്ഞു. സ്വോത്രം. അന്ന് ആ സ്വർഗം അവിടെ ഒരു ഇരുട്ട് കൊണ്ടുവന്നു. അവന്മാരെല്ലാം കണ്ണ് കാണാതെ തപ്പാൻ തുടങ്ങി. ഇതൊക്കെ വായിക്കണം സൺഡേ സ്കൂളിൽ, ദൈവാസന്മാരും പഠിപ്പിക്കണം. ആ നഗരം, ആ സോദോം. ഈ ഇസ്രയേൽ എങ്ങനെ സോദോമായി? ഇനി മനസ്സിലാക്കണം. ഇനി കറക്റ്റ് ബൈബിൾ പഠിക്കണം. 2017 ഇസ്രയേൽ ഒരു പരേഡ് നടന്നു, ഗെയ് മാർച്ച്. പുരുഷന്മാർ നാടൻ ഭാഷ പച്ചയ്ക്ക് പറയുക, ഒറ്റ ഡ്രസ്സില്ലാതെ നടന്നു. സ്ത്രീകൾ നടന്നു, ലെസ്ബിയൻ. 2017 അപ്പോൾ പ്രവചനം നിവർത്തിയായി. സോദോമിന്റെ പാപം
കാൽവറി മലയ്ക്കകത്ത് വരെ എത്തിക്കഴിഞ്ഞു. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതായ ഇസ്രയേലില് സോദോം, ആത്മീയമായി കാൽവറി മല ഇപ്പൊ സോദോം എന്നും ഇസ്രയേം എന്നും അതുവരെ ഇവിടെ സംഭവിച്ചു. അതുകൊണ്ടാണ് നെഞ്ചു കീറിയാൻ പറയുന്നത്. 2017 അവിടെ ഇന്നത്തെ നിങ്ങളുടെ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ ലെസ്ബിയൻ പരേഡ്, ഗൈ പരേഡ്. അപ്പം നിങ്ങൾ ചോദിക്കും ഈ യഹൂദന്മാർ ഇത്രയും കൊള്ളരുതാത്തവന്മാരാന്ന്. അല്ല, ഇസ്രയേലിന് സ്വാതന്ത്ര്യം കിട്ടിയ ചരിത്രം കൂടെ കേട്ടോണം. നാട്ടുകാർ ചോദിക്കുമ്പോൾ പറയാം. 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോൻ ഗോലാൻകുന്നി കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞ് ഞങ്ങൾ മടങ്ങി വന്നു. അന്ന് ഇസ്രയേലിലെ ജനസംഖ്യ എത്ര? 3 ലക്ഷം പേരാ. പക്ഷെ യുണൈറ്റഡ് നേഷൻസിൽ അവർക്ക് അംഗത്വം കിട്ടണമെങ്കിൽ 7 ലക്ഷം പേരെ വേണം. അതിനവരെന്തോ ഇത് സിറിയയുടെ വടക്ക റഷ്യയുടെ അതിർത്തി ഒരു രാജ്യമുണ്ട്, അർമീനിയ. കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ. സ്വോത്രം. അർമീനിയ. സ്വോത്രം. ഇതൊക്കെ ലോക ചരിത്രം പഠിക്കണമെന്ന് പറയും. അർമീനിയ എന്ന് 4 ലക്ഷം പേര് ആരും അറിയാതെ ഇസ്രയേലിൽ കൊണ്ടുവന്ന് കള്ള ഐഡന്റിറ്റി കാർഡ് കൊടുത്തു. തൊട്ടടുത്ത കാരക്കോളം മെഡിക്കൽ കോളേജ്. ഇവിടെ MBBSന് പിന്നെ AMC 4 വരും. അപ്പം എന്തോ ചെയ്യും? നാട്ടിലുള്ള അനാഥ മന്ദിരത്തിൽ നിന്നുള്ള രോഗികളെല്ലാം ഈ CSIക്കാർ ഇവിടെ കൊണ്ട് കിടത്തും. സ്വോത്രം. ബ്രെഡ്, പാല്, ട്രിപ്പ്. സ്വോത്രം. അപ്പം ഡൽഹിയിൽ നിന്ന് വരുന്ന ടീം നോക്കും, നല്ല മെഡിക്കൽ കോളേജ്, പാല്, ബ്രെഡ്. എന്നിട്ട് വരുന്ന എല്ലാത്തിനും കൈക്കൂലിയും കൊടുക്കും. മഹായുടെ വക 100 സീറ്റ് ഫ്രീ. സ്വോത്രം. അതുപോലെ ഇസ്രയേൽ എന്തോ ചെയ്തെന്നറിയാമോ? 4 ലക്ഷം അർമീനിയക്കാര് മതിൽ ചാടി കൊണ്ടുവന്ന് കള്ള വോട്ടർ കൊടുത്ത് 7 ലക്ഷം പേരെ തികഞ്ഞപ്പെടാ. 1949 ഫെബ്രുവരി മാസം 2 ഇന്ന് ഇസ്രയേലിന് UN-നകത്ത് അർമീനിയക്കാരുടെ പള്ളി, ഇന്ന് യെരൂശലേമിനകത്ത് അച്ചായ. ഇതൊക്കെ ചരിത്രം. സ്വോത്രം. യവനൊന്നും കുളം പിടിച്ചല്ല. സ്വോത്രം. യവന്മാരെല്ലാം മതിൽ ചാടിയതാ. അതിനായി വിശുദ്ധ നാടെന്ന് പറയുന്നത് അവിടെ വിശുദ്ധമൊന്നുമല്ല. സ്വോത്രം. അവിടെ കള്ളുകൂടിയും ബീച്ചിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുക. സ്വോത്രം. എത്ര ഉപദേശിമാർ കാശുണ്ടാക്കിയെന്നറിയാമോ? ഇടയ്ക്ക് വിശുദ്ധ നാട്ടിലേക്ക് തീർത്ഥയാത്ര. ഈ ഉപദേശിമാരൊന്നും അല്ല തീർത്ഥയാത്ര നടത്തിയത്. തിരുവനന്തപുരത്തെ റിയ ട്രാവൽസുകാരാ. അവരെന്നോട് ചോദിച്ച പാസ്റ്റർ ഒരു പരസ്യം കൊടുക്കും, ഒരു തലയ്ക്ക് 5000, 20-ന് 1 ലക്ഷം. സ്വോത്രം. എത്ര തട്ടിപ്പ് നടത്തിയ വീരന്മാരായി പെന്തിക്കോസിനകത്തുള്ള. സ്വോത്രം. എല്ലാത്തിനെയും കർത്താവ് ഒതുക്കും. സ്വോത്രം. എല്ലാത്തിനെയും പിടിക്കും. ഇപ്പൊ തീർത്ഥയാത്ര തീർന്ന് ഇതിന്റെ തട്ടിപ്പ് മനസ്സിലാക്കിയപ്പോൾ തീർത്ഥയാൻ സത്യം പറയുക. തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് പാളയത്ത് അക്കൗണ്ടന്റിന്റെ പ്രസംഗം കേൾക്കുന്ന അറിയായില്ല. സ്വോത്രം. അവനാ എന്നോട് പറഞ്ഞ് അച്ചായനും ഒന്ന് തുടങ്ങിക്കോ, ഒരു തലയ്ക്ക് 5, ഞങ്ങളെല്ലാം ശരിയായിക്കോളാന്ന്. സ്വോത്രം. എത്ര ക്ലിയർ. അവിടെ ഗുഡ് ന്യൂസിനകത്ത് പറഞ്ഞ വിശുദ്ധ നാട്ടിലേക്ക് തീർത്ഥയാത്ര കർത്താവിൻ്റെ ദാസനോടൊപ്പം. ഇവിടെ പ്രാർത്ഥിക്കാത്ത ഇല്ലാത്തവനാ കർത്താവിൻ്റെ ദാസനോടൊപ്പം അവിടെ തീർത്ഥയാത്ര. അവിടെ ബിയറും അടിച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും വിശുദ്ധ നാടല്ല. അതൊക്കെ മോശയുടെ കൊച്ചുമക്കൾ കുറച്ചേ ഉള്ളൂ. യവന്മാരായി കയറിയിരിക്കുന്ന അർമീനിയക്കാർ. ആ അർമീനിയയുടെ കൂട്ടമാ യവന്മാർ ഇന്നത്തെ ഗൈ പരേഡ്. അതുകൊണ്ടാ പാസ്റ്റർ വായിച്ചത് അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ഇപ്പോൾ ആ നഗരത്തിന്റെ പേര് ആത്മീയമായി സോദോം എന്നും മിസ്രയും. ഇത്രയും പൊരുൾ തിരിച്ച സമയം തന്നുകൊണ്ടായി ബൈബിൾ പറയുന്നത്. തീർന്നില്ല. അടുത്ത വാക്യം 5G സാറ്റലൈറ്റേക്ക് വരുക. അടുത്ത വായിച്ചാട്ട്. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം. അപ്പം 5G ഇന്റർനെറ്റ് വരത്തില്ലയോ? സ്വോത്രം. പണ്ട് ഇസ്രയേലിൽ കിടക്കുന്ന ഒരു ജഡം ഇവിടെ വരണമെങ്കിൽ മനോരമ ഫോട്ടോ അടിച്ചു വരണം. ഇപ്പം ലോകം ഒരുവന്റെ കയ്യിലല്ലയോ? എത്ര ലൈവായി? ഫേസ്ബുക്ക് ലൈവ്, യൂട്യൂബ് ലൈവ്, ട്വിറ്റർ ലൈവ്, സ്കൂളിനകത്ത് ആപ്പ് സ്കൂള്, ഗൂഗിൾ മീറ്റ് എല്ലാം റെഡിയായില്ലോ. കര ഉയർത്തുന്നില്ലല്ലോ. പണ്ട് ഞങ്ങൾ ഇതൊക്കെ പ്രസംഗിക്കുന്നവനെ ശീലാന്തിയെ കയറ്റുമായിരുന്നു. സ്വോത്രം. ഇപ്പം ബൈബിള് ശരിയായില്ലേ? അവരുടെ ഡെഡ് ബോഡി 3.5 ദിവസം യെരൂശലേമിന്റെ തെരുവീതിയിൽ കിടക്കുന്നത് ലോകത്തിലെ സകലരും കാണണമെങ്കിൽ ഇവിടെ വരാൻ പോകുന്നു 5G സാറ്റലൈറ്റ്. അവരുടെ ഡെഡ് ബോഡി കാണാം. എന്നാൽ ആ സാറ്റലൈറ്റ് ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് മധ്യാകാശത്തിൽ പത്മോസിൽ കണ്ട തേജസിന്റെ പൊൻമുഖം തന്റെ മക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ വരും. സ്വോത്രം. പിന്നെ അതിനകത്ത് 2 കാര്യം കൂടെ വായിക്കണം. അടുത്ത കാര്യം വായിച്ചാട്ടെ. ആരൊക്കെയാന്ന് പറഞ്ഞുതരാം. വായിക്കേ ഭാഷ. 2 വാക്യം. കല്ലറയിൽ വയ്പ്പാൻ സമ്മതിക്കുകയില്ല. എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ കല്ലറ വെക്കാൻ സമ്മതിക്കത്തില്ല. എന്താ വെച്ചാന്നറിയാം? കല്ലറയെ വെച്ച് കഴിഞ്ഞാൽ ഈ ലാസറിന്റെ ശവക്കല്ലറെ യേശു വന്ന് വിളിച്ചുയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ ശവ എഴുന്നേൽക്കുമെന്നറിയാം. അതുകൊണ്ട് IS-ന്റെ മിലിറ്റന്റിന്റെ മുഴുവൻ അവിടെ കാവൽ നിർത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന്റെ സമ്മാനം. വായിച്ചാട്ടെ. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ചു. കൊന്നിട്ട് ശവ അവിടിട്ടേക്കുന്നുണ്ട്. ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കും. കൈവിടപ്പെട്ട സഭ. അടുത്തത് അന്യോന്യ സമ്മാനങ്ങൾ കൊടുക്കും. അന്യോന്യ സമ്മാനം കൊടുക്കുമെന്ന്. 3.5 ദിവസം കഴിഞ്ഞ ശേഷം 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിലേക്ക് വരും. ആരാ?
അടുത്തത് ഏദന്റെ എത്യോപ്യയുടെ മണ്ണിൽ സർവശക്തൻ ജീവശ്വാസം ഊതിയപ്പോൾ ആദം ചലിക്കുന്ന ദേഹിയായി മാറിയെങ്കിൽ അതേ ജീവശ്വാസം ഉയരത്തിൽ നിന്ന് വരും. രണ്ട് സാക്ഷികൾ. ഒരുത്തർ പറയുന്നു ഏലിയാവ് ഒന്ന്, പക്ഷേ ചിലർ മോശ എന്ന് പറയുന്നു. മോശ മരിച്ചടക്കപ്പെട്ടതാ. മനസ്സിലാക്കണം, മറുരൂപമലയിൽ ജീവനോടെ ഇരിക്കുന്നവര് മരിച്ചവരെ സാക്ഷിയായി. 3 കുടിലുകൾ. ഒന്ന് സർവശക്തനായ യേശുവിനും, അടുത്തത് മോശയ്ക്കും ഏലിയാവിനും. അങ്ങനെയെങ്കിൽ പണ്ടൊരപ്പച്ചൻ, കറക്റ്റായിട്ട് എനിക്കും പറയാൻ കഴിയത്തില്ല, മരണം കാണാതെ ഒരപ്പച്ചൻ പോയി. പഴയ നിയമത്തിന്റെ നിയമമാ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. അതിൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, അവനെ പിന്നെ കണ്ടില്ല. ബൈബിൾ പഠിതാക്കളുടെ ഇടയിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഏലിയാവ് കറക്റ്റാണ്, അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ആകാശമടച്ചവൻ. 2 സംശയത്തില്ല. ഒന്ന് മോശ എന്ന് പറയുന്നു, ഹാനോക്ക് എന്ന് പറയുന്നു. ഞാൻ ഒന്നുകൂടി കടന്നു പറയുന്നത്, മോശ മോശ പിസ്കാ കുടിമുടിയിൽ സ്വർഗം കൊണ്ടുചെന്നു, അവനെ വാഗ്ദത്ത കനാൻ കാണിച്ചു. അവന്റെ മരണം സ്വർഗത്തിലെ ദൈവം ഏറ്റെടുത്തു. പിശാചു ശവശരീരം ബാധിച്ചപ്പോൾ മീഖായേൽ ഇറങ്ങി വന്ന് ആട്ടി ഓടിച്ചു. ഞാൻ വിശ്വസിക്കുന്നില്ല മരണം കാണാതെ എടുക്കപ്പെട്ട 2 പേർ മടങ്ങി വരും. ഒന്ന് ഹാനോക്കായിരിക്കും, ഏലിയാവായിരിക്കും. അവരുടെ ഡെഡ് ബോഡി കല്ലറയിൽ വെക്കാൻ പറ്റത്തില്ല. അവർ മരിച്ചത് കൊണ്ട് ഈ ജനം സന്തോഷിക്കും, ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ ഈ 3.5 ദിവസം ലോകം മുഴുവൻ കാണുമ്പോൾ സ്വർഗത്തിലെ ശ്വാസം ഇറങ്ങി വരും. അവർ കാലൂന്നി നിൽക്കും. അപ്പോൾ ഒരു ശബ്ദം കേൾക്കും. അതിനുവേണ്ടി ഞാൻ ഇത്രയും ഭാഷ കൊണ്ട് വായിക്കുന്നത്. അടുത്ത വാക്യം വായിച്ചോട്ട് പാസ്. അവരെ കണ്ടവർ ഭയപരവശരായി. IS-ന്റെ പട്ടാളക്കാർ നോക്കുമ്പോൾ യവമാരെ വെട്ടിക്കൊന്നവർ കാലൂന്നുന്നു. ലാസർ മരിച്ചവൻ ഉയർത്തതുപോലെ. അടുത്തത് വായിച്ചാട്ടെ. ഇവിടെ കയറി വരുവീൻ എന്ന സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത്. സന്ദേശം അവസാനിപ്പിക്കാൻ പോവുക. അവിടെ ഒരു ശബ്ദം മുഴങ്ങും. സർവശക്തന്റെ സാക്ഷ്യം തികച്ച 2 സാക്ഷികളോട് ജീവശ്വാസം കൊടുത്തിട്ട് സ്വർഗം പറയൂ, ഇവിടെ കയറി വരുവേ. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു, സോദോം എന്ന യെരുശലേമിന്റെ തെരുവീതിക്കകത്ത് ആ ശബ്ദം അവിടെ മുഴങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം മുഴങ്ങ്. ധന്യനായ പൗലോസ് ലീഗ എഴുതിയത്, ഇന്ന് രാത്രി ഉറച്ചു പറ, കർത്താവ് തൻ ഗംഭീര നാദ്, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാകള്, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടെ തോലടിയിൽ ആരാധിക്കുന്നവർ മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമായി. സിയോൻ സംഘമേ, ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.